കംപ്ലീറ്റ് എൻ്റെ സാഹിത്യം തെറ്റായിട്ടാണ് പാടിയത്. എനിക്കതിനകത്ത് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, സ്കൂൾ അധികാരികളാണെങ്കിലും ശരി, യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ സാഹിത്യം കണ്ടുപിടിച്ച് പാവം കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിക്കണേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം യൂട്യൂബിൽ, കാരണം ഇപ്പോൾ കുമിളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ രൂപങ്ങളും ഭാവങ്ങളും നൃത്തവും ഇതിൻ്റെ പാട്ടുകളും നിങ്ങൾക്ക് വളരെയധികം കറക്റ്റായിട്ട് എടുക്കും. ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ഒരു അപേക്ഷ എനിക്കിതേ ഉള്ളൂ. നിങ്ങളെ കഴിയുന്നതും കുമിളിയിലൊന്ന് പോയിട്ട് പളിയ നൃത്ത സംഘത്തെ കണ്ട് ആ പാട്ടുകളുടെ സാഹിത്യം ഒന്ന് എഴുതി വാങ്ങിക്കുക. കാരണം ആ പാട്ടുകളുടെ സാഹിത്യം മാറിക്കഴിഞ്ഞാൽ അവരുടെ ആ നൃത്തത്തിൻ്റെ സൗന്ദര്യം അങ്ങ് പോകും. പിന്നെ ചുക്ക ചുക്ക കല്ലടിയേ ചുപ്പറമണിയ കല്ലടിയേ, ചുക്ക ചുക്ക കല്ലടിയേ ചുപ്പറമണിയ കല്ലടിയേ, കാശിക്ക് രണ്ടടിയേ കരണത്തിക്കും മൂന്നടിയേ, കാശിക്ക് രണ്ടടിയേ കരണത്തിക്കും മൂന്നടിയേ. ഇങ്ങനെയാണ് ആ ലൈന്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ലൈൻസും തെറ്റിച്ചാണ് പാടിയത്. കാമ്പളൂകിന ബെത്തിലേക്കു കളിപ്പാക്ക് തന്നവ പോറാണ്ടി, കാമ്പളൂകിന ബെത്തിലേക്കു കളിപ്പാക്ക് തന്നവ പോറാണ്ടി. കാമ്പളൂകിന ബെത്തിലേക്കു അതൊരു ലവ് സോങ് ആണ്, റൊമാൻറ്റിക് സോങ് ആണ്. ഈ നൃത്തം തന്നെ പല പാട്ടുകളുടെയും ഏതാനും ഭാഗങ്ങൾ എടുത്താണ് ഈ നൃത്താവിഷ്കരണമായിട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യം ഒരു ആരാധനാ പാട്ട് പാടുന്നു, പിന്നെ റൊമാൻറ്റിക് ഉണ്ട്, കോമാളിപ്പാട്ടുകളുണ്ട്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പാട്ടാണ്. ഇത് ആരാധന നൃത്തമാണെന്നും പറഞ്ഞ് ആരും അവതരിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ അവസാനം കളിച്ചത് അത് ഒരു കല്യാണപ്പാട്ടാണ്. പൂവുകൾ പൂവുകൾ കങ്കാണി കങ്കാണി, പൂവുകൾ കങ്കാണി കങ്കാണി, നമ്മ പോകും ദേശത്തില് ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നഗാര എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് വായിക്കുന്നത്. നഗാര നഗാരി രണ്ടെണ്ണം. നഗാര എന്ന് പറയുന്നത് പുരുഷ ശബ്ദവും നഗാരി എന്ന് പറയുന്നത് സ്ത്രീ ശബ്ദവുമാണ്. ഒരു സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഒരു ശബ്ദത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നഗാരായും നഗാരിയും എന്നും പറയണം. നഗാര നഗാരി. പിന്നെ മുളഞ്ചെണ്ട യഥാർത്ഥത്തില് ഇത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ നൃത്തത്തിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉപകരണം എന്ന് പറയുന്നത് ഉറുമിയും ജാനറയുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നഗാര നഗാരി ഒക്കെ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ പാട്ടിന്റെ സാഹിത്യം നിങ്ങൾ എവിടുന്നെങ്കിലും ഒന്ന് തിരക്കി പഠിച്ച് അതിന്റെ സൗന്ദര്യം കളയാതെ ആ പാട്ടൊന്ന് അവതരിപ്പിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നടന്ന HS മത്സരത്തില് എ ഗ്രേഡ് 7 ചെസ് നമ്പർ 7 ഹയർ ലെവലിലേക്ക് കിട്ടിയതാണ്. എ ഗ്രേഡ് കോഡ് നമ്പർ 7 എന്ന് പറയുന്നത്.